അവരുടെ നിയന്ത്രണത്തിൽ. നേരെ മറിച്ച് 100% വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് സംവിധാനത്തിൽ മൊത്തം 16,000 താഴെ സ്കൂളുകൾ. രണ്ടും പരിശോധിച്ച് നോക്കൂ. ഗവൺമെന്റ് സംവിധാനത്തെക്കാൾ 2 ഇരട്ടിയിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? 1951 ഒക്ടോബർ 28 വടകരയിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ യോഗത്തിൽ തന്നെ മദ്രസകൾക്ക് അംഗീകാരം നൽകാൻ തീരുമാനിച്ചു. ഇന്നും ഓരോ മാസവും 2ാം ശനിയാഴ്ചകളിൽ ചേരുന്ന വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ മദ്രസകൾക്ക് സമസ്ത അംഗീകാരം നൽകി വരുന്നു. PKP അബ്ദുൽ സലാം മുസ്ലിയാർ പ്രസിഡന്റും കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ട്രഷററുമായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിനകത്തും പുറത്തും മതവിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുല സേവനവുമായി മുന്നേറുകയാണ്. മദ്രസ പ്രസ്ഥാനത്തിന്റെ സുഗമമായ നടത്തിപ്പും ഉസ്താദുമാരുടെ കൂട്ടായ്മയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റ് ഭാരവാഹികളുടെയും നിതാന്ത ശ്രദ്ധയും ലക്ഷ്യം വെച്ച് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും രൂപീകരിച്ചു. CKM സ്വാദിഖ് മുസ്ലിയാർ പ്രസിഡന്റും ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി ജനറൽ സെക്രട്ടറിയും കമ്പളക്കാട് ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ ട്രഷററുമായി ജമിയത്തുൽ മുഅല്ലിമീൻ സ്തുത്യർഹമായ സേവനങ്ങളിലാണ്. ഉമ്മത്തിന്റെ ഈമാനിന് കാവലിരുന്ന് ഇസ്ലാമിക സംസ്കൃതിക്ക് ഊടും പാവും നൽകിയ സമസ്ത 50 വർഷം പിന്നിട്ടപ്പോഴേക്കും കേരളത്തിലെ പരമോന്നത പണ്ഡിത പ്രസ്ഥാനമായി പേരെടുത്തു. പ്രബോധന വഴികൾ വിസ്തൃതമാക്കിയും ആദർശ പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ചും ആബാലവൃദ്ധം ജനങ്ങളിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യസാക്ഷ്യമെത്തിക്കാൻ സമസ്ത ശാസ്ത്രീയമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. സച്ചരിതർ കടന്നുവന്ന നാൾ വഴികളിലെ പ്രത്യയശാസ്ത്രഭാവങ്ങൾക്ക് ഒരു തരി പോറലുമേൽക്കാതെ ഇസ്ലാമിലെ ഇളം തലമുറകളിലൂടെ കാത്തുസൂക്ഷിക്കാൻ സമസ്തയുടെ നേതൃത്വത്തിലുള്ള മദ്രസകളും പള്ളി ദർസുകളും യത്തീംഖാനകളും അറബിക് കോളേജുകളും ദൗത്യനിർവഹണ വീഥിയിൽ സജീവമായി. വളരെ സ്തുത്യർഹമായ രീതിയിൽ ആധുനിക കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദനങ്ങൾ മനസ്സിലാക്കി സമൂഹത്തെ അഭിമുഖീകരിക്കാൻ യോഗ്യതയുള്ള മതവിദ്യാഭ്യാസവും മതേതര വിദ്യാഭ്യാസവും സമന്വയിച്ച് കരസ്ഥമാക്കിയ ഒരു പുതിയ പണ്ഡിത വിഭാഗത്തെയാണ് ദാറുൽ ഹുദ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷത്തിലധികമായി സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ സ്ഥാപിതമായ ദാറുൽ ഹുദ കേരളത്തിന് അകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള വിവിധ രാഷ്ട്രങ്ങളിലുമൊക്കെ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളാൽ അനുഗ്രഹീതമായത് എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പത്രപ്രവർത്തന രംഗത്ത്, ദൃശ്യശ്രാവ്യ രംഗങ്ങളിലൊക്കെ ദാറുൽ ഹുദയുടെ സന്തതികൾ അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ സന്തോഷകരമായ അഭിമാനാർഹമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പരിശുദ്ധ ദീനിന്റെ പ്രൗഢി കാക്കുന്നതിന് പഴമക്കാർ ബാക്കിവെച്ച ജീവിത പാടുകൾ പകർത്തിയെഴുതാൻ പുതുതലമുറ പ്രതിജ്ഞാബദ്ധരായി. തവസ്സുലും ഇസ്തിഗാസയും മൗല മൗലീദും ഹദ്ദാദ് റാത്തീബും നൂലും മന്ത്രവും ഉറുക്കുമെല്ലാം കറകളഞ്ഞ വിശ്വാസ കരുത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തോടടുപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അന്തസ്സാർന്ന ജീവിതം ചിട്ടപ്പെടുത്തി. നമസ്കാരപ്പായകളിൽ ഇറ്റുവീഴുന്ന കണ്ണീർ കണങ്ങളെ സാക്ഷി നിർത്തി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പൂർവസൂരികളായ പണ്ഡിത മഹത്തുക്കൾ സമസ്ത എന്ന സത്യപ്രസ്ഥാനത്തെ പടുത്തുയർത്തി. ആദ്യകാലങ്ങളിൽ സമസ്തയുടെ പ്രധാന പ്രബോധന മാർഗം സമ്മേളനങ്ങളായിരുന്നു. കാലാന്തരങ്ങളിൽ പ്രവർത്തന മേഖല വിപുലമായപ്പോൾ വിവിധ കീഴ്ഘടകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ദീനീ സ്ഥാപനങ്ങളും സമസ്തയ്ക്ക് കീഴിൽ നിലവിൽ വന്നു. സമസ്തയുടെ നവോത്ഥാന സംരംഭങ്ങൾക്ക് ഉലമാക്കളും ഉമറാക്കളും ഊർജപ്രവാഹമായി വർത്തിച്ചപ്പോൾ യുവജനങ്ങളും ഈ സുഹൃതപാതയ്ക്ക് ഉശിരു നൽകാൻ കൂട്ടിനെത്തി. നേതാക്കളുടെ ആഹ്വാനങ്ങൾ ശിരസാവഹിച്ച് സത്യസന്ദേശത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ യുവജനങ്ങൾ ഏറ്റെടുത്തു. സമസ്തയുടെ സമുന്നത നേതാക്കളുടെ മനസ്സുകളെ ഇത് വല്ലാതെ കുളിരണിയിപ്പിച്ചു. പിൻതലമുറയെ പാരമ്പര്യത്തിന്റെ പരിസരത്ത് പിടിച്ചു നിർത്താൻ പ്രാപ്തരായ യുവതയിൽ അവർ പുതിയ പ്രതീക്ഷകളുടെ പൂമൊട്ടുകൾ വിരിയിച്ചു.
യുവജന സംഘടന ആവശ്യമാണ് സമസ്തക്ക് കരുത്ത് പകരാൻ എന്ന് തോന്നിയപ്പോൾ 1950-കളിൽ സുന്നി യുവജന സംഘത്തിന് രൂപകൽപ്പന നൽകി. ബഹുമാന്യനായ മുസ്ലിം സമൂഹത്തിൽ ഏറെ സ്വീകാര്യരായ നേതാക്കളാണ് സമസ്തയുടെ എല്ലാ നേതാക്കളും. പാണക്കാട് സെയ്ദ് പൂക്കോയ തങ്ങളവർകളായിരുന്നു സമസ്ത യുവജന വിഭാഗത്തിൻ്റെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ. സമസ്തയ്ക്ക് താങ്ങും തണലുമാകാൻ സുന്നി യുവചേതനയെ സംഘശക്തിയാക്കണമെന്ന നേതാക്കളുടെ വിചാരപ്പെടലുകൾ SYS എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പിറവിക്ക് നിമിത്തമായി. 1954 താനൂരിൽ നടന്ന സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനത്തിലാണ് SYS പിറന്നു വീഴുന്നത്. തുടർന്ന് 7 വർഷം ഈ സംഘടന സമസ്തയുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞു. 1961 കക്കാട്ട് നടന്ന 21ാമത് സമ്മേളനത്തിൽ സമസ്തയുടെ കീഴ്ഘടകമായി SYS അംഗീകരിക്കപ്പെട്ടു. സുന്നി കൈരളിയുടെ ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയുമായി SYS സേവന രംഗത്തിറങ്ങി. 6 പതിറ്റാണ്ടുകൊണ്ട് 6 നൂറ്റാണ്ട് കാലത്തെ ആദർശ ദൗത്യം അടയാളപ്പെടുത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സുന്നി യുവജന സംഘം കൈരളിയുടെ മുമ്പിൽ സമർപ്പിച്ചു. 2014 കാസർഗോഡ് വാദി ഖ്വൈബയിൽ നടന്ന SYS 60ാം വാർഷിക മഹാസമ്മേളനം സുന്നി യുവശക്തിയുടെ അജയ്യത വിളിച്ചോതുന്നതായിരുന്നു. സമസ്തയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് വിവിധ പോഷക സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത്. 1976 തിരൂർ താലൂക്കിൽ തുടങ്ങി 1977 ജില്ലാ അടിസ്ഥാനത്തിലേക്ക് വ്യാപിപ്പിച്ച പ്രസ്ഥാനമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. കേരളത്തിലെ മഹല്ലുകളെ സമുദ്ധരിക്കാനും ശാക്തീകരിക്കാനുമാണ് SMF നിലകൊള്ളുന്നത്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പ്രസിഡന്റും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറിയും ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി ട്രഷററുമാണ്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വളർച്ച പരിപൂർണതയിലെത്തുന്നത് സഹിക്കവയ്യാതിരിക്കുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ ചില ജീവികൾ തലപൊക്കും. സമസ്തയും ഈ ദുർവിധിക്ക് ഇരയാവേണ്ടി വന്നു. സമസ്തക്കൊരു നയമുണ്ട് രാഷ്ട്രീയമായി. അതെന്താണ്? വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. ഇതായിരുന്നു സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ വ്യക്തമായ നയം. അന്നും ഇന്നും അങ്ങനെ തന്നെ. ഈ നയത്തിൽ സമസ്ത മുന്നോട്ട് പോകുമ്പോൾ സുന്നി യുവജന സംഘത്തിൻ്റെ തലപ്പത്ത് വന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ചാളുകളും സമസ്തക്കൊരു രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് വാദിച്ചു. സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്താൻ ഒരുമ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് സമസ്തയുടെ ചരിത്രത്തിൽ ഒരു നാളും ഓർക്കപ്പെടാനാവാത്ത ഫിത്നകൾക്ക് നേതൃത്വം നൽകിയത്. സമസ്ത രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന മഹത് പ്രസ്ഥാനമാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിധേയത്വമോ വിരോധമോ സമസ്തയ്ക്കുണ്ടാകില്ല. സ്ഥാപിത കാലം തൊട്ട് സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് ഇതാണ്. എന്നാൽ പവിത്രമായ ഈ പ്രസ്ഥാനത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടന്നു. 1980-90കളുടെ കാലഘട്ടം ഇസ്ലാമിക ശരീഅത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ജുഡീഷ്യറി പോലും വളരെ മോശമായ വിധത്തിൽ സമീപനം സ്വീകരിക്കുകയും അതോടൊപ്പം സംഘപരിവാറും വ്യത്യസ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ശരീഅത്തിനെതിരെ ശക്തമായ നീക്കം നടക്കുകയും ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള വാദം സമർത്ഥമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്യന്തം സന്ദിഗ്ധമായൊരു ഘട്ടമായിരുന്നു 1980-90കളുടെ കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം മുസ്ലിം ഉമ്മത്ത് നേരിട്ട ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കത്തിവെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഏക സിവിൽ കോഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുസ്ലിം വിരുദ്ധ ശക്തികളുടെ നീക്കം. സന്നിഗ്ധമായ ആ ഘട്ടത്തിലാണ് മുസ്ലിം സമുദായത്തിൻ്റെ സംഘബലത്തിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് നേരത്തെ ബിദഅത്തിന്റെ കക്ഷികൾ ചെയ്തതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം രംഗത്ത് വന്നിരുന്നത്. കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ചിലർ സമസ്ത നേതാക്കളെ കണ്ട് നിവേദനം നൽകി. സമസ്ത മുഷാവറ മുൻകൈയെടുത്ത് സുന്നികൾക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ സമസ്തയിലൂടെ കീഴ്ഘടകമായ സുന്നി യുവജന സംഘത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിക്കുകയോ ചെയ്യണമെന്ന കാന്തപുരം സമസ്തയുടെ സമുന്നത പണ്ഡിതന്മാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നാൽ സമസ്തയുടെ സ്ഥാപിത കാലം തൊട്ട് തുടർന്നു വന്ന നയത്തിനെതിരെയുള്ള ഈ ആവശ്യം അർഹിച്ച അവജ്ഞയോടെ സമസ്ത നേതാക്കൾ തള്ളിക്കളഞ്ഞു.
ഇലക്ഷൻ രംഗത്ത് സമത്ത് ഇന്ന് വരെ ചെയ്യാത്ത പ്രവർത്തനം പരസ്യമായി ഇവർ രംഗത്തിറങ്ങിക്കൊണ്ട് ചെയ്തു. വ്യക്തിപരമായി ചെയ്യാം, പക്ഷേ സമത്തയുടെ കൊടി പിടിച്ച് ചെയ്യാനാവില്ല. അവരതും ചെയ്തു. യോഗം വിളിച്ചു, ഇന്ന പാർട്ടിയെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ വിവാദം കത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ സമത്വ കേരള ജമിയത്തുലമയുടെ ചില തീരുമാനങ്ങൾ അവരെടുത്തു. ഉദാഹരണമായി ശരീഅത്ത് പ്രശ്നം. ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ബാധിച്ച പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശരീഅത്ത് പ്രശ്നം. അന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഗുലാം മഹമ്മൂദ് ബനാത്ത്വാല പാർലമെൻറ്റിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് ഏറ്റെടുത്തു രാജീവ് ഗാന്ധി. അദ്ദേഹം ബനാത്ത്വാലയോട് ചോദിച്ചു, നിങ്ങളുടെ ഈ വികാരം മുസ്ലിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും. രഹസ്യാന്വേഷണ വകുപ്പിനെ കൊണ്ടത് പരിശോധിപ്പിക്കാൻ തീരുമാനമുള്ളപ്പോൾ സ്വാഭാവികമായി മുസ്ലിങ്ങളുടെ വികാരം എന്തെന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടതുണ്ട്. മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെച്ച് സേഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി. കേരളത്തിലെ മുസ്ലിങ്ങളുടെ വികാരം പ്രധാനമാണ്. സംഘടിതരായ മുസ്ലിങ്ങളുടെ പ്രദേശമാണ് കേരളം. കേരളത്തിലെ സംഘടിത മുസ്ലിം ശക്തിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ. അദ്ദേഹത്തെ ചെന്ന് കണ്ട് പിൻബലം ആവശ്യപ്പെടാൻ സേഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡറെന്നോ MP എന്നോ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി ഈ രാജ്യത്തെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ മെമ്പർ എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട സേഡ് സാഹിബ് വെള്ളിമാട് കുന്നിൽ വന്ന് ഷെയ്ഖുനയെ ക്ഷണിച്ചത്. ഷെയ്ഖുന വിഷയ ഗൗരവം മനസ്സിലാക്കിയതിൽ പങ്കെടുത്തു. ഈ ഷെയ്ഖുന പങ്കെടുത്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രചരണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിച്ച് ആദർശം ചോർന്നു പോയി എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായില്ലേ? സമസ്തയുടെ അനുവാദത്തോടെ രാഷ്ട്രീയത്തിലിറങ്ങാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ വിഘടനവാദികൾ പിന്നീട് വളഞ്ഞ വഴികൾ കണ്ടെത്തി തുടങ്ങി. സമസ്തയുടെ സാത്വിക നേതൃത്വത്തെ അവമതിക്കാൻ രാഷ്ട്രീയ പ്രസംഗങ്ങളും പ്രസ്താവനകളുമായി അവർ രംഗത്തു വന്നു. സമുന്നത നേതാക്കളായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, CH ഹൈദ്രോസ് മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, CKM സാദിഖ് മുസ്ലിയാർ എന്നിവർ ഇതിനെതിരെ ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. കാന്തപുരത്തിന്റെ തെറ്റായ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ സമസ്ത നേതാക്കൾ ആവത് ശ്രമിച്ചെങ്കിലും അതെല്ലാം കാന്തപുരം തന്ത്രപൂർവം തള്ളിക്കളയുകയായിരുന്നു. ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ ഒരു പരിധിവരെ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹം ആഗ്രഹിച്ച എന്തായിരുന്നു? മുസ്ലിം ഉമ്മത്തിൻ്റെ സംഘശക്തിയിൽ വിള്ളലുണ്ടാക്കുക എന്നായിരുന്നു. നമ്മുടെ നാടുകളിലൊക്കെ വല്ലാത്ത കുഴപ്പങ്ങൾക്ക് വിത്തുപാകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പള്ളികളിൽ അടിപിടി നടന്നു, സംഘടന നടന്നു, പോരാട്ടങ്ങൾ നടന്നു, യുദ്ധം നടന്നു. ഒരുപാട് പരസ്പര ആക്ഷേപകരമായ സാഹചര്യങ്ങൾ മതകീയ രംഗത്ത് നമുക്ക് കാണാൻ ഇടവന്ന ഒരു കാലഘട്ടമായിരുന്നു 1985 ശേഷം, ഈ ശരീഅത്ത് വിവാദത്തിന് ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നീക്കങ്ങളുടെ അനന്തരഫലമായി കൊണ്ടുണ്ടായിരുന്നു. പലപ്പോഴും അതിനൊക്കെ അദ്ദേഹം കൂട്ടുപിടിച്ചിരുന്നത് വിശ്വാസത്തെയായിരുന്നു, സുന്നത്ത് ജമാഅത്തിനായിരുന്നു, പടച്ച റബ്ബിനെയായിരുന്നു അദ്ദേഹം അതിനൊക്കെ കൂട്ടുപിടിച്ചിരുന്നത്. എല്ലാ നുണകളും ആവർത്തിക്കുമ്പോൾ, എല്ലാ അബദ്ധങ്ങളും ആവർത്തിക്കുമ്പോൾ അതിന് മേമ്പടിയായിക്കൊണ്ട് അദ്ദേഹം വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തിരിച്ചറിവും നിസ്വാർത്ഥതയുമുള്ളവർ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. 1987 സെപ്റ്റംബറിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് യോഗം സമസ്തയിലെ പ്രശ്നം ഗൗരവപൂർവം ചർച്ച ചെയ്തു. മസ്ലഹത്ത് ശ്രമങ്ങൾ പലതും നടന്നു. എല്ലാ ശ്രമങ്ങൾക്കും കാന്തപുരം തുരങ്കം വെച്ചു. സമുദായ സംഘശക്തിയിൽ വിള്ളൽ വീഴാതിരിക്കാൻ സാത്വികരായ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കെ ഏകപക്ഷീയമായി കാന്തപുരം SYS സമ്മേളനം എറണാകുളത്ത് പ്രഖ്യാപിച്ചു. ഇതോടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം സുന്നി പ്രവർത്തകർ സടകുടഞ്ഞെഴുന്നേറ്റു. കാന്തപുരം കക്ഷികൾ അങ്കലാപ്പിലായി. സമ്മേളന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സമസ്ത മുശാവറ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ അവസാനവട്ട മസ്ലഹത്തിനും കാന്തപുരം പാരവെച്ചതോടെ മുശാവറയിൽ നിന്ന് കാന്തപുരവും ഉള്ളാൾ തങ്ങളും ഉൾപ്പെടെയുള്ള 6 പേരെ സമസ്ത പുറത്താക്കി. 1989 സമത്വ കേരള ജമിയത്തുലമയിൽ നിന്നും 6 പേരെ അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കി. കണ്ണിയത്ത് ഉസ്താദ് 1926 മുതൽ മുശാവറ മെമ്പറാണ്. 89 കണ്ണിയത്ത് ഉസ്താദിന് 63 വർഷത്തെ പാരമ്പര്യമുണ്ട് സമത്തയിൽ. അതിൽ 22 കൊല്ലം പ്രസിഡന്റാണ്. 63 കൊല്ലത്തെ പാരമ്പര്യവും 22 കൊല്ലത്തെ പ്രസിഡന്റ് പദവി വഹിച്ച പാരമ്പര്യവുമുള്ള കണ്ണിയത്ത് ജീവിച്ചിരിക്കെ 89 അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് കണ്ണിയത്ത് സമത്തയിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുശാവറിൽ വന്ന ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യനായ ഒരാളെ പ്രസിഡന്റാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ന്യായമോ അന്യായമോ? തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ട യോഗത്തിൽ നിന്ന് സമസ്തയുടെ സമുന്നത നേതാക്കളെ പുറത്തേക്കിറങ്ങാൻ കാന്തപുരവും അദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരം യോഗസ്ഥലത്തെത്തിയ ഗുണ്ടകളും സമ്മതിച്ചില്ല. അവർ നേതാക്കൾക്കെതിരെ പാഞ്ഞടുത്തു. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തെറിവിളികളെ കൊണ്ട് നേതാക്കൾക്കു നേരെ കൊഞ്ഞനം കുത്തി. കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും തെരഞ്ഞുപിടിച്ച് തെരുവിലിട്ട് പക തീർക്കാൻ കാന്തപുരത്തിന്റെ അനുയായികൾ തയ്യാറായി. ചരിത്രത്തിലാദ്യമായി
സമസ്ത മുഷാവറ കഴിഞ്ഞ് നേതാക്കൾ പുറത്തേക്കിറങ്ങാൻ പോലീസിന്റെ സഹായം വേണ്ടിവന്നു. 1989 ഫെബ്രുവരി 18 ചേർന്ന സമസ്ത മുഷാവറ യോഗം സമസ്തയുടെ തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ച 6 പേരെ പുറത്താക്കി.